BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. റോഡിൽ കയർ കെട്ടിയുള്ള ഗതാഗത നിയന്ത്രണം പാടില്ലെന്ന DGPയുടെ സർക്കുലർ പാലിക്കാതെ പോലീസ്. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം 2018 അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയാണ് റോഡിന് കുറുകെ കയർ കെട്ടരുതെന്ന് നിർദ്ദേശിച്ച് സർക്കുലർ ഇറക്കിയത്. അന്ന് കയറിൽ കുരുങ്ങിയുള്ള അപകടത്തിൽ മാധ്യമപ്രവർത്തകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ലോക്നാഥ് ബെഹ്റ സർക്കുലർ ഇറക്കിയത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി റോഡിൽ കെട്ടിയ കയറിൽ കുരുങ്ങി കൊച്ചിയിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ച പശ്ചാത്തലത്തിൽ 2018 സർക്കുലറും ചർച്ചയാവുകയാണ്. വടതല സ്വദേശി മനോജ് ഉണ്ണിയാണ് കൊച്ചി വളഞ്ഞമ്പലത്ത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അപകടത്തിൽ മരിച്ചത്. അപകട കാരണം പോലീസിന്റെ അനാസ്ഥയാണെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പോലീസ് ലൈസൻസ് ഇല്ലാതെയാണ് മനോജ് വണ്ടി ഓടിച്ചത്. അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പോലീസ് വാദിക്കുന്നത്. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നതാണ് മനോജിന്റെ കുടുംബം. കോർപ്പറേഷനിൽ താൽക്കാലിക ജോലിക്കാരനായിരുന്നു മനോജ്. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 60 വർഷത്തോളം നീണ്ട സംഗീത ജീവിതത്തിൽ സിനിമാ ഗാനങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും KG ജയൻ സംഗീതം നൽകി. സിനിമാ താരം മനോജ് K ജയൻ മകനാണ്. ജയവിജയ എന്ന പേരിൽ ഇരട്ട സഹോദരനൊപ്പം നിരവധി കച്ചേരികൾ നടത്തിയിരുന്നു. സിനിമാ ഭക്തിഗാനങ്ങളിലൂടെ കർണാടക സംഗീതത്തെ ജനകീയനാക്കിയ സംഗീതജ്ഞൻ കൂടിയായിരുന്നു KG ജയൻ. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഹരിവരാസനം അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചു. കാരാപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ജോലി രാജിവെച്ചാണ് സംഗീത വഴിയിലേക്ക് പൂർണ്ണമായും ജയൻ ചുവടുവെച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനും സഹചാരിയുമായിരുന്ന നട്ടാശ്ശേരിയിൽ കടമ്പൂത്തറ മഠത്തിൽ വൈദികാചാര്യ K ഗോപാലൻ തന്ത്രിയുടെയും PK നാരായണി അമ്മയുടെയും മകനാണ്. ഭാര്യ പരേതയായ VK സരോജിനി, മക്കൾ ബിജു K ജയൻ, നടൻ മനോജ് K ജയൻ, മരുമകൾ പ്രിയ ബിജു, ആശ മനോജ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ടെലിവിഷൻ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. മലയാളം 6ാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ചട്ടലംഘനമുണ്ടെന്ന് കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻമോൾ ഷൈനും നോട്ടീസ് നൽകി. ഒരു സ്വകാര്യ ചാനലിൽ നടക്കുന്ന തത്സമയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. വിവിധ ഭാഷകളായി നടക്കുന്ന പരിപാടി മലയാളത്തിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൽ ശാരീരിക ആക്രമണവും വംശീയ അധിക്ഷേപവും ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംപ്രേഷണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിനായി കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള 2ാം ഘട്ട വികസിപ്പിക്കൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു. പാലാരിവട്ടത്ത് നിന്ന് കാക്കനാട്ടേക്കുള്ള റോഡിന്റെ വീതികൂട്ടൽ ജോലികളാണ് ഇപ്പോൾ ഊർജിതം. ഇടതുഭാഗത്തെ വീതികൂട്ടൽ വാഴക്കാല ജംഗ്ഷനോടടുത്ത് പാലാരിവട്ടം POCക്ക് ശേഷമുള്ള ഭാഗം മുതൽ വലതുഭാഗത്ത് റോഡ് നിർമ്മാണവും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. വാഴക്കാല, പടമുകൾ തുടങ്ങിയിടങ്ങളിൽ ഇതിന് സമാന്തരമായി ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്ന ജോലികളും കലുങ്കുകളുടെ ഇരുവശങ്ങൾ പുനർനിർമ്മിക്കുന്ന ജോലികളുമെല്ലാം നടക്കുന്നുണ്ട്. ഈ ജോലികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് വളരെ വേഗത്തിൽ 2ാം ഘട്ടത്തിൽ പ്രധാന നിർമ്മാണം തുടങ്ങി 2025 ഡിസംബറിൽ പൂർത്തീകരിച്ച് സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. വീതികൂട്ടൽ ജോലിയെ തുടർന്ന് പാലാരിവട്ടം മുതൽ പടമുകൾ ജംഗ്ഷൻ വരെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് വലിയ പ്രശ്നം. മെട്രോയുടെ 1ാം ഘട്ട നിർമ്മാണ സമയത്ത് ഇടറോഡുകൾ ടാർ ചെയ്ത് വൃത്തിയാക്കിയിരുന്നു. ഇത്തവണ അത്തരം ജോലികൾ ചെയ്തിട്ടില്ലാത്തതിനാൽ ഇടറോഡുകൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നവർ കുറവാണ്. വീതികൂട്ടലിന്റെ ഒരു ഘട്ടം പൂർത്തിയായ ചിലയിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടും രൂക്ഷമായി. പുതിയതായി നിർമ്മിച്ച കാനയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നില്ല. അലൻചുവട് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസത്തെ ഒറ്റമഴയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടായി. ഇതോടെ ഗതാഗത കുരുക്കുമായി ഏറെ നേരത്തിന് ശേഷമാണ് വെള്ളം വലിഞ്ഞത്. ആഴ്ചകളായി തുടർന്ന ഗതാഗത കുരുക്ക് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും യാത്രക്കാർക്ക് ദുരിതമാകുന്നു. തിരക്കേറിയ രാവിലെയും വൈകിട്ടും ഇതുമൂലം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവും പ്രമുഖരുടെ സന്ദർശനവും തുടർച്ചയായ ആഘോഷ ദിനങ്ങളുമെല്ലാം ഗതാഗത
കുരുക്ക് ഇരട്ടിയാക്കുന്നുണ്ട്. കൊടുംചൂടിനൊപ്പം ഇഴഞ്ഞു നീങ്ങുന്ന ഗതാഗതവും പൊതുജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദുരിതം ചില്ലറയല്ല. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളിലൊന്ന് നിയന്ത്രണമില്ലായ്മയാണ്. പരാതികളിലും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ മാത്രം റോഡിലിറങ്ങുന്ന നിയമപാലകർ പരാതികൾ കെട്ടടങ്ങുമ്പോൾ രംഗം കാലിയാക്കുകയാണ് പതിവ്. തിരുവാങ്കുളം, തൃപ്പൂണിത്തുറ, വൈറ്റ്ല, ഹൈക്കോടതി ജംഗ്ഷൻ, കലൂർ, പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട് തുടങ്ങിയ നഗരത്തിൽ ഗതാഗത കുരുക്കില്ലാത്ത പ്രദേശങ്ങളും ചുരുക്കമാണ്. സ്വകാര്യ ബസ്സുകളും ചെറുവാഹനങ്ങളും അടക്കം അലക്ഷ്യമായി ഓടിക്കുന്നതാണ് കുരുക്കുകൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന വില്ലൻ. ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട പോലീസ് ആകട്ടെ നിഷ്ക്രിയവുമാണ്. യാത്രാ ക്ലേശത്തോടൊപ്പം കൊടും ചൂടും യാത്രികർക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ബസ്സുകളടക്കമുള്ള വാഹനങ്ങളിൽ മണിക്കൂറുകളോളം കൊടും ചൂടിൽ യാത്രക്കാർ ഇരിക്കേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണവും പൊതുപര്യടനങ്ങളുമെല്ലാം യാത്രാക്ലേശം ഇരട്ടിയാക്കുന്നു. സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും അകമ്പടിയായി എത്തുന്ന വാഹനങ്ങളും റാലികളുമാണ് ഇതിന് കാരണം. പ്രമുഖരുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും മറ്റൊരു കാരണമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് 2 ദിവസമായി നഗരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സുരക്ഷയുടെ ഭാഗമായി റോഡിൽ കെട്ടിയ കയറിൽ കുരുങ്ങിയ സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചതും വിവാദവും സൃഷ്ടിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വിവിധ കാലങ്ങളിൽ പല പദ്ധതികളും പരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല. വൈറ്റ്ല, പാലാരിവട്ടം മേൽപ്പാലങ്ങളുടെയും കൊച്ചി മെട്രോയുടെ വരവോടെ ഇതിന് പരിഹാരമാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നുവെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ, ആലുവ ഭാഗങ്ങളിലേക്ക് എത്തുന്നതോടെ നഗരത്തിലേക്ക് എത്തുന്ന ചെറുവാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടു. എന്നാൽ അത് കണക്കിൽ മാത്രമായി ഒതുങ്ങി. മെട്രോ കാക്കനാട്ടേക്ക് എത്തുന്നതോടെ ജലമെട്രോ പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നതോടെയും കുരുക്കിന് ശമനമാകുമെന്നാണ് പുതിയ വിലയിരുത്തൽ. എന്നാൽ ഇതും കാത്തിരുന്ന് കാണേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പെരുമ്പാവൂർ കണ്ടത്തറ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാകുന്നതിൽ പ്രതിഷേധമുയരുന്നു. ദിനംപ്രതി ഹെറോയിൻ ഉൾപ്പെടെ മുന്തിയ മയക്കുമരുന്നുകൾ പിടികൂടുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കച്ചവടക്കാരെ പിടികൂടാൻ പോലീസിനും എക്സൈസിനും സാധിക്കുന്നില്ലെന്നാണ് ആരോപണം. ശനിയാഴ്ച 25 ലക്ഷത്തോളം വില വരുന്ന ഹെറോയിനുമായി തമിഴ്നാട് സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. തിങ്കളാഴ്ച 95 കുപ്പികളിലാക്കിയ ഹെറോയിനുമായി 4 അന്തർസംസ്ഥാനക്കാരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാർച്ച് 29-ന് 16 ഗ്രാം ഹെറോയിനുമായി യുവതിയെ കണ്ടന്തറയിലെ വാടക കെട്ടിടത്തിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടി. യുവതിക്ക് ഹെറോയിൻ നൽകിയത് ശനിയാഴ്ച പിടിയിലായ തമിഴ്നാട് സ്വദേശിയാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.